കൊട്ടാരക്കര മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. 3 ടേണായിട്ട് നിങ്ങളെല്ലാവരും എന്നെ പാർട്ടി നിശ്ചയിച്ചതനുസരിച്ച് എന്നെ സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം നല്ല സ്നേഹം തന്നുകൊണ്ടാണ് വിജയിപ്പിച്ചിട്ടുള്ളത്. നല്ലൊരു സ്ഥാനാർത്ഥിയാണ് എനിക്ക് ശേഷം ഈ മണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ളത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി വളരെ നല്ല പ്രവർത്തനം നടത്തി പാർട്ടിയിലൂടെ SFIയിലൂടെ DYFIയിലൂടെ അഖിലേന്ത്യാ തലത്തിൽ ഉയർന്ന മികവുറ്റ ഒരു സംഘാടകനായിട്ട് മാറിക്കൊണ്ടും വിദ്യാഭ്യാസ മേഖലയിൽ നല്ല മികവ് പുലർത്തി നിയമ ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്ത് പഠനവും സംഘടനാ പ്രവർത്തനവും ഒരുപോലെ കൊണ്ടുപോയിക്കൊണ്ട് നമ്മുടെ നാടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി ഏറ്റവും മികച്ച രാജ്യസഭാംഗമായി മാറിയ ആളാണ് സഖാവ് KN ബാലഗോപാൽ. സഖാവ് KN ബാലഗോപാലാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കൊട്ടാരക്കര മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു കൊച്ചനുജനെ പോലെ, എൻ്റെ ഒരു ഇളയ സഹോദരനെ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ബാലഗോപാൽ സഖാവ്. നിരവധി തവണ പല കാര്യങ്ങൾക്കും ഇപ്പം എൻ്റെ ഈ MLA എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ തന്നെ പല കാര്യങ്ങൾക്കും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നല്ല സഹായം കിട്ടിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ അദ്ദേഹം MP ആയിരിക്കുന്ന സമയത്ത് നിരവധി കാര്യങ്ങൾ ഈ താലൂക്ക് ആശുപത്രിയിലെ ഇന്ന് ഉള്ള IC യൂണിറ്റ് തന്നെ നോക്കിയാൽ നമുക്കറിയാം. അതുപോലെ ആംബുലൻസ് വാങ്ങിക്കൊടുത്തിരുന്നു. മറ്റ് റോഡുകളുടെ ആയാലും വായനശാലകൾക്കായാലും ഒക്കെ നിരവധി കാര്യങ്ങൾ രാജ്യസഭാംഗമായിരുന്നപ്പോൾ പോലും ഞങ്ങളൊക്കെ പറയുമ്പോൾ അതെല്ലാം തന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിലായാലും സ്ത്രീകളുടെ പ്രശ്നങ്ങളിലായാലും സമൂഹത്തിലുള്ള മറ്റെല്ലാ പ്രയാസങ്ങളിലും ഇടപെട്ടുകൊണ്ട് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും മുൻനിരയിൽ പ്രവർത്തിച്ച നല്ല ചുറുചുറുക്കുള്ള നല്ല കഴിവുള്ള ആളെ തന്നെയാണ് ഇത്തവണ ഈ പ്രസ്ഥാനം സ്ഥാനാർത്ഥിയാക്കി വെച്ചിട്ടുള്ളതെന്ന് എടുത്തു പറയാതിരിക്കാൻ വയ്യ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റ സന്തോഷമാണ്. ഇപ്പോൾ ഈ 3 ടേണായിട്ട് ചെയ്തുകൊണ്ടുവന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ 4 ഇരട്ടി സ്പീഡിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വളരെ കഴിവുള്ള ഒരാളെ തന്നെയാണ് പാർട്ടി ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സഹായിക്കണം. എനിക്ക് തന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ആ സഖാവിനെ വിജയിപ്പിക്കണം. ഒരു സംശയവും വേണ്ട, ഈ നാടിൻ്റെ വികസനത്തിന് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഞങ്ങളാരും വെറുതെ ഒന്നും പറയാറില്ല. ഇവിടെ വരുന്ന പല കാര്യങ്ങളിലും ആ സഖാവിൻ്റെ കയ്യൊപ്പ് ഒത്തിരിയുണ്ട്. പല പ്രതിസന്ധികൾ വരുമ്പോഴും ഞങ്ങൾ അദ്ദേഹത്തെ ഇടപെടാറുണ്ട്, നേതാക്കളോട് പറയും. അതോടൊപ്പം ബാലഗോപാൽ സാറിനോട് പറയുമ്പോൾ ആ കാര്യങ്ങളിലെല്ലാം സോൾവ് ആക്കാൻ നന്നായി സഹായിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഓർമ്മയുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്. സഖാവ് KN ബാലഗോപാൽ അരിവാൾ ചുറ്റിക്ക നക്ഷത്ര അടയാളത്തിലാണ് മത്സരിക്കുന്നത്. നല്ല ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള ആ സഖാവിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് കൂടുതൽ ഉന്നത സ്ഥാനങ്ങളിൽ അദ്ദേഹം എത്തട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്. അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് നിങ്ങളെല്ലാവരോടും വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഒന്നുകൂടി പറയാനുണ്ട്, ഒരു തുടർച്ചയുണ്ടാകണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ. ഈ നാട്ടിലെ ജനങ്ങളെ, സാധാരണക്കാരും പാവപ്പെട്ടവരും ഇടത്തരക്കാരും ഏത് തട്ടിലുള്ളവരെയും പരിഗണിച്ചുകൊണ്ടുള്ളൊരു ഭരണം, കഠിനതകളെ മുഴുവൻ അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന പല പ്രയാസങ്ങളെയും ശക്തമായിട്ട് അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഫീല് പറയുകയാണ്, എനിക്ക് പോലും നല്ല ധൈര്യം വന്നിട്ടുണ്ട്. വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധൈര്യമായിട്ടിരുന്നു നമ്മൾ അതിനെ അതിജീവിക്കും. ആ പ്രളയമൊക്കെ വന്നപ്പോഴത്തെ ആ വാക്കുകൾ ഞങ്ങളെ കൂടി ശക്തരാക്കിയത് കൊണ്ട്, ഞാനല്ലാതെ വേറൊന്നിനും പറയല്ലത്, ഞങ്ങളെ കൂടി ശക്തരാക്കിയത്. അത്ര അതിശക്തമായിട്ട് എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ചേർത്ത് നിർത്തി, ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുപോലെ കൊണ്ടുപോയ ഒരു 5 വർഷക്കാലമാണ് കടന്നിട്ടുള്ളത്. നിശ്ചയമായിട്ട് ഒരു തുടർച്ചയുണ്ടാകണം. ഈ പെൻഷൻ, ഈ ശമ്പള പരിഷ്കരണം, ജോലിക്കുള്ള ഇവിടെ തന്നെ തൊഴിൽ നൈപുണ്യ കേന്ദ്രം വന്നു കഴിഞ്ഞല്ലോ, 2 എണ്ണം വന്നു കഴിഞ്ഞു. പഠിക്കാനുള്ള സൗകര്യങ്ങൾ, സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ, ആശുപത്രികൾ മെച്ചപ്പെടുത്തിയത്, കോവിഡിന് നയാ പൈസ ചെലവില്ലാതെ ലോകത്തിൽ ചികിത്സയുള്ളത് ഇവിടെയാണ് ഗവൺമെന്റ് മേഖലയിൽ. ഇതെല്ലാം കാണാതിരിക്കാൻ നമുക്ക് പറ്റുമോ? കാർഷിക മേഖലയിലുള്ള മെച്ചങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര നിരവധി കാര്യങ്ങൾ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ആരെയും പട്ടിണി കിടത്താതെ കൊണ്ടുപോകുന്ന, കോവിഡ് വന്ന് എല്ലാം ലോക്ക്ഡൗൺ ആയപ്പോഴും ഒരു മനുഷ്യൻ പട്ടിണി കിടക്കാതെ കിറ്റും കൊടുത്ത് അരിയും കൊടുത്ത് എല്ലാ സാധനങ്ങളും കൊടുത്ത് അവരെ പരിരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ്. ഇവിടെ കരുതാൻ
ഒരാളുണ്ട്, ഒരു ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കി കൊടുത്ത, ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഭരണഘടനാനുസൃതം പ്രവർത്തിച്ചു വന്ന മതനിരപേക്ഷതയും അതുപോലെ തന്നെ ജനാധിപത്യവും സംരക്ഷിച്ചുകൊണ്ട് ഏറ്റവും തിളക്കമാർന്ന പ്രവർത്തനം. രാഷ്ട്രീയ എതിരാളികളാണ് കേന്ദ്രം ഭരിക്കുന്നതെങ്കിലും എല്ലാത്തിനും ഒന്നാം സ്ഥാനം ഈ കേരളത്തിന് കിട്ടിയത് വെറുതെ അല്ലല്ലോ എന്ന് നമുക്കറിയാം. അപ്പം ഇങ്ങനെയെല്ലാമുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ചയായിട്ട് കൊട്ടാരക്കര മണ്ഡലത്തിലും നല്ല നിലയ്ക്കുള്ളൊരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഖാവ് KN ബാലഗോപാൽ ജയിച്ചു വരിക തന്നെ വേണം. മറക്കരുത് നിങ്ങൾ. അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ വീണ്ടും പറയുന്നുള്ളൂ. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.